ഹലോ. ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കുർത്തി അല്ലെങ്കിൽ നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്, അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ അത് കട്ട് ചെയ്ത് ഈസിയായി കട്ട് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു നൈറ്റി ആണ് ഞാനിന്ന് ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് നൈറ്റി നമ്മൾ ഫസ്റ്റ് കട്ട് ഇൻറ്റു 2, അതായത് 4 പാർട്സ്. അപ്പം 2ആയി ഫോൾഡ് ചെയ്ത് 4 പാർട്സായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇടുക. ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഫുൾ ലെന്ത്, റെഡി ലെന്ത്, അതായത് ഫുൾ ലെന്ത് നമ്മൾ മാർക്ക് ചെയ്യണം. ഫുൾ ലെന്ത് പ്ലസ് ഇവിടെ ഇപ്പം 1 ഇഞ്ച് മതി, നമുക്കില്ലെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. മുകളിൽ ഷോൾഡർ ജോയിനിങ് വരുമ്പോൾ ഇവിടെ മുകളിൽ ഷോൾഡർ ജോയിനിങ് വരുന്നില്ല, നമുക്ക് അപ്പം താഴെ മാത്രം മടക്കി അടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് മാത്രം, നമുക്ക് എത്ര വീതി വേണോ ആ വീതിക്കനുസരിച്ച് നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. അപ്പോൾ ഹാഫ് ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ 1 ഇഞ്ച് വെച്ചാൽ ഫോൾഡ് ചെയ്യുന്നെങ്കിൽ അതനുസരിച്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിപ്പം ഷോൾഡർ അവിടെ ഒരു ഫോൾഡായിട്ടാണ് കൊടുക്കുന്നത്, അവിടെ കട്ടിങ് വരുന്നില്ല. അതോടൊപ്പം നമുക്ക് സ്ലീവും ഇവിടെ ആ ഷോൾഡറിനോടൊപ്പം തന്നെ സ്ലീവും കട്ട് ചെയ്യുന്നില്ല, വേറെ സെപ്പറേറ്റ് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നില്ല. ഇത് സ്ലീവ് ഇതിനോട് തന്നെ ചേർന്നാണ് വരുന്നത്, കട്ട് ചെയ്യാതാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് തയ്ച്ചെടുക്കാനും സാധിക്കുക. അപ്പം ഫുൾ ലെന്ത് മാർക്ക് ചെയ്തു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ തൊട്ട് നമ്മൾ മടക്കിയിട്ട ഫോൾഡ് കട്ട് ഇൻറ്റു 2 4 പാർട്സ് അതാണ് 4 പാർട്സായിട്ട് തുണി നമ്മൾ ഇട്ടേക്കുന്നത്. ലെന്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണം. ഇവിടെ ഷോൾഡർ 15 ഇഞ്ച് ഷോൾഡർ വരുന്നു. അപ്പോൾ അവിടെ 7.5 ഇഞ്ച് നമ്മൾ 15/2, അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക. 15ൻ്റെ ഹാഫ് എടുത്ത് 7.5 ഇഞ്ച് വിത്ത് സീം അലവൻസ് ആണ്. നമ്മൾ 15 ഷോൾഡർ പറഞ്ഞാൽ 14 ഇഞ്ച് ഷോൾഡർ എടുത്ത് നമ്മൾ ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഞാനിപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് താഴോട്ട് ചെസ്റ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആം ഹോൾ അതിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുവാണിത്. ആം ഹോളിന് വേണ്ടി ചെസ്റ്റ് ലൈനിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തു. ആ ഷോൾഡർ 7.5 എടുത്ത് തന്നെ താഴോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് നമുക്ക് നെക്ക്, അത് ഫസ്റ്റ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് ഞാനിവിടെ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആ 4 ഇഞ്ച് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുക. 4, അത് നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ബാക്ക് ലെന്ത് വേണ്ട അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ലെന്ത് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്ക് വിഡ്ത്ത്, ഇപ്പം നെക്ക് വിഡ്ത്ത് ഇവിടെ ഞാൻ 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. വൈഡായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ 2.5, നോർമലി 2.5 ഇഞ്ച് എടുത്താലും മതി. അപ്പോൾ ഇവിടെ 2.25 എടുത്തപ്പം നമുക്ക് 3-ൽ റെഡിയായിട്ട് വന്ന് നിൽക്കും നെക്ക് വൈഡ്. അപ്പം അത് ബോക്സ് വരച്ച് ഞാനിവിടെ ഒരു യു ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത്, ഒരു റൗണ്ട് ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പ് വരച്ച് കൊടുക്കുക. ബാക്ക് നെക്ക് വരച്ച് അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്ക് 5.5 6 എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് ലെന്ത് മാർക്ക് ചെയ്ത് നമ്മൾ അതും വരച്ച് കൊടുക്കുക. അതും ഫ്രണ്ട് നെക്കും റൗണ്ട് നെക്കാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നെക്ക് വിഡ്ത്ത് സെയിം
2.25 തന്നെ മാറിപ്പോകത്തില്ല. ബാക്കും ഫ്രണ്ട് നെക്ക് വിഡ്ത്തും സെയിം ആയിട്ടുള്ളൂ. ലെന്ത് മാത്രമേ നമുക്ക് വ്യത്യാസമായിട്ട് വരത്തുള്ളൂ. അപ്പം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് നെക്ക് നമ്മൾ നെക്ക് ലെന്ത് കുറഞ്ഞ ഇത് വെച്ച് വേണം എപ്പോഴും കട്ട് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് ലെന്ത് ഇവിടെ കുറച്ചാണ്, 4 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ബാക്ക് നെക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് എടുത്ത് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ചെസ്റ്റ് എടുത്ത വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പം ചെസ്റ്റ് 36 ഇഞ്ച് ചെസ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ബൈ 4, 36 ഡിവൈഡ് ബൈ 4. അപ്പം നമുക്ക് 9 കിട്ടും. 9 നമുക്ക് എത്ര? അപ്പം നൈറ്റിക്ക് നല്ല ലൂസായിട്ടല്ലേ, കുറച്ച് ലൂസായിട്ടല്ലേ നമുക്ക് വേണ്ട. അപ്പോൾ ആ ലൂസിനനുസരിച്ച് ലൂസ് ഇട്ട് കൊടുക്കണം. അപ്പം 9 + 2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക വിത്ത് സീം അലവൻസും കൂടെ. അപ്പം സീം അലവൻസ് അതിലും അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടെ സീം അലവൻസ് ഇട്ട് കൊടുക്കുക. 1/2 1 ഇഞ്ചോ കൊടുക്കുക. അപ്പം 9 + 3 ഇഞ്ച് ഇട്ട് കൊടുക്കുക. അപ്പം 12 ഇഞ്ച് കിട്ടും. അപ്പം 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഷോൾഡർ ടു വേസ്റ്റ് അതാണ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 6.5 ഇഞ്ചോ 6 ഇഞ്ചോ നമ്മൾ താഴോട്ട് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് പിന്നെ അവിടുന്ന് ഹിപ്പും നമുക്ക് വേസ്റ്റ് ലൈനിൽ നിന്ന് ഹിപ്പും മാർക്ക് ചെയ്യുക. അതും ഒരു 7.5 ഇഞ്ച് വേസ്റ്റ് ലൈനിൽ നിന്ന് എടുക്കണം. അതും മാർക്ക് ചെയ്ത് ഹിപ്പ് ലൈനും മാർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ഇപ്പോൾ നമുക്ക് 32 ആണെങ്കിൽ 32 ഡിവൈഡ് ബൈ 4. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ നൈറ്റിക്ക് നമുക്ക് ലൂസ് വേണ്ടതുകൊണ്ട് ആ ലൂസ് കൂടെ ആഡ് ചെയ്ത് വേണം കൊടുക്കേണ്ട, പ്ലസ് സീം അലവൻസും കൂടെ. പിന്നെ ഹിപ്പും അതുപോലെ തന്നെ ഹിപ്പ് വരുമ്പോൾ ഹിപ്പ് ഡിവൈഡ് ബൈ 4. ഹിപ്പിൻ്റെ സൈഡ് വരുമ്പോൾ നമുക്ക് ആ തുണിയുടെ വിഡ്ത്ത് എത്ര ആണോ അതേ ആ വിഡ്ത്തിൻ്റെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് നമ്മൾ ഷേപ്പ് അങ്ങ് കൊടുത്ത് മാർക്ക് ചെയ്ത് തയ്ച്ചാൽ മതി. 1/2 ഇഞ്ച് മാത്രം ആ തുണിയിൽ സീം അലവൻസ് കൊടുത്ത്. അപ്പോൾ അത്രയും ലൂസ് നമുക്ക് താഴെ നൈറ്റിയുടെ ബോട്ടം ഫ്ലെയർ വരുമ്പോൾ നല്ല വീതി വേണം. ഇല്ലെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ കാല് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നല്ല ഫ്ലെയർ കൊടുക്കുക. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് താഴോട്ട് ഹിപ്പിൽ നിന്ന് താഴോട്ട് തയ്ച്ചാൽ മതി. വേസ്റ്റിൻ്റെ അവിടെ സ്ലീവിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിൽ നിന്ന് ഹിപ്പിൻ്റെ അവിടം വരെ ഒരു ഷേപ്പ് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ സ്ലീവ് ബോട്ടം മാർക്ക് ചെയ്ത് അതിൻ്റെ ബോട്ടം സ്ലീവിൻ്റെ കൈവണ്ണം മാർക്ക് ചെയ്ത് അവിടുന്ന് ഷേപ്പ് ഡ്രോ ചെയ്യുക. സ്ലീവ് ലെന്ത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ ലെന്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പം ഇതിൽ ആ വിഡ്ത്ത് ഓഫ് ക്ലോത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് എടുക്കുക.
ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനില്ല, സ്ലീവ് അങ്ങനെ ഷോൾഡറിനോട് ചേർന്ന് തന്നെ സ്ലീവും സ്ലീവ് ഇപ്പം സ്ലീവിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് താഴോട്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിലോട്ട് കട്ട് ചെയ്ത്, അവിടെ നിന്ന് വേസ്റ്റിൽ നിന്ന് ഹിപ്പിൽ അവിടോട്ട് കട്ട് ചെയ്ത് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. താഴോട്ട് നൈറ്റിക്കായതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയർ അത്രയും തന്നെ വിഡ്ത്ത് ഓഫ് ക്ലോത്ത് തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്ലീവ് ഉണ്ട്, അതിൻ്റെ കൂടെ സ്ലീവും ഷോൾഡറും ഒന്നിച്ച് കാണാൻ സാധിക്കും. സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്. ഇനിയിപ്പം ഫ്രണ്ട് നെക്ക് നമ്മൾ ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്ത് ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് എടുത്ത് കട്ട് ചെയ്യണം. ഫ്രണ്ട് നെക്ക് ലെന്ത് കട്ട് ചെയ്യുക. ഫോൾഡെല്ലാം മാറ്റിയെടുക്കും, കറക്റ്റായിട്ട് ഇട്ട് വേണം അത് കട്ട് ചെയ്യേണ്ടത്. ഇല്ല തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയി കിട്ടത്തില്ല. നമുക്ക് കറക്റ്റായി കട്ട് ചെയ്ത് എടുക്കുക. നെക്ക് അവിടെ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഷോൾഡർ പാർട്ടിലൊരു നോച്ച് കൊടുക്കുക. ഫ്രണ്ട് നെക്ക് എടുത്ത് കട്ട് ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. ആർക്കും ഇത് തയ്ച്ചെടുക്കാം. ഇപ്പം നൈറ്റി തുണിക്ക് ഇത് പീസ് 3 മീറ്റർ ഇല്ല 290 ഒക്കെ നമുക്ക് പീസായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അത് 160 180 രൂപ 200 രൂപയ്ക്ക് താഴെ അതിൻ്റെ പ്രൈസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കട്ടിങ് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്ച്ച് നമുക്കെടുക്കാം. അപ്പോൾ അതിന് 200 രൂപയിൽ താഴെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ആവുന്നുള്ളൂ. സ്ലീവ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ലീവിൻ്റെ എഡ്ജ് ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കുക. നെക്ക് ബയാസ് ബൈൻഡിങ് വെച്ച് ഫിനിഷ് ചെയ്യുക. ഫ്രണ്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ടിൽ സിബ് അറ്റാച്ച് ചെയ്ത് എടുക്കാം. നെക്കിന് ബയാസ് ബൈൻഡിങ്ങും കൊടുക്കാം. ഫ്രണ്ടും ബാക്ക് സ്ലീവ് ഫോൾഡ് ചെയ്ത് തയ്ക്കുക. എഡ്ജ് ഫോൾഡ് ചെയ്ത് തയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്യുക. സ്ലീവിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴെ വരെ സൈഡ്സ് ജോയിൻ ചെയ്യുക. ഏറ്റവും താഴെ അവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് അത് തയ്ക്കുക.